കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. പള്ളുരുത്തി തങ്ങൾ നഗർ മുഹമ്മദ് പള്ളി മഹലിന്റെ നേതൃത്വത്തിൽ മയ്യത്ത് പരിപാലന കേന്ദ്രം ആരംഭിച്ചു. പള്ളുരുത്തി തങ്ങൾ നഗർ മുസ്ലിം ജമാഅത്ത് മുഹമ്മദ് പള്ളി മഹലിന്റെ നേതൃത്വത്തിൽ പശ്ചിമ ഉച്ചയിൽ മയ്യത്ത് പരിപാലന കേന്ദ്രം ആരംഭിച്ചു. മഹല്ല് ഭാരവാഹികൾ, അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ പള്ളി ചീഫ് ഇമാം അൻസാർ മന്നാനിയുടെ പ്രാർത്ഥനയോടെയാണ് പരിപാലന കേന്ദ്രം പൊതുസമൂഹത്തിന് തുറന്നുകൊടുത്തത്. ഇത് നമ്മളൊരാളുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ സൗകര്യമുള്ള കുടുംബങ്ങളാണെങ്കിൽ അവരുടെ മയത്ത് കൊടുക്കുന്നത് ഇവിടെയാണ് നമ്മൾ കുളിപ്പിക്കാനുള്ള സൗകര്യം. ഇത് ശരിക്കും വയറ് ഇരുത്തുക എന്ന് പറയും. അതിനുവേണ്ടിയാണ് അതായത് ബോഡി പൊക്കി കൊടുത്തിട്ട് വയറ്റിലുള്ള അഴുക്കളുണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ഇതിന്റെ ഓരോ ഭാഗങ്ങളും ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും വളരെ കൃത്യമായി ക്ലീൻ ചെയ്തെടുക്കാവുന്ന രീതിയിൽ. എന്നാൽ ഈ ക്ലീൻ ചെയ്യുന്ന അഴുക്കൾ ഒരു കാരണവശാലും ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന ആളുകളുടെ ദേഹത്തേക്ക് വരാതിരിക്കുക എന്ന രണ്ട് ഉദ്ദേശത്തിലാണ് ഈ രീതിയിൽ ഒരു പ്രത്യേക സിസ്റ്റത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ എത്ര ഹൈറ്റ് വേണമെങ്കിലും നമുക്ക് പൊക്കി കൊടുക്കാം, ബോഡിയെ നമുക്ക് ഇരുത്താം. അതിൻ്റെ അകത്ത് ഒരാളുടെ മുഴുവൻ അഴുക്കുകളും നമുക്ക് ഇതിൽ നിന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. വെള്ളം മുഴുവൻ ഊർന്നു പോയതിനു ശേഷം കഫൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മറ്റൊരു ടേബിൾ കൂടി കൊച്ചു കൊച്ചു ഭവനങ്ങളിൽ തിങ്ങി താമസിക്കുന്ന ജനനിബിഡമായ ഈ മഹലിൽ ഇത്തരമൊരു കേന്ദ്രം സ്ഥാപിക്കുക എന്നത് ചിരകാല സ്വപ്നമായിരുന്നു. ഇനിയും ഓഡിറ്റോറിയം ഉൾപ്പെടെ ഒരുപാട് പദ്ധതികൾ ആരംഭിക്കുവാൻ മഹല്ല് കമ്മിറ്റി ശ്രമിക്കുകയാണെന്നും അതിനായി അംഗങ്ങളുടെ സഹകരണം ആവശ്യമാണെന്നും മഹല്ല് പ്രസിഡന്റ് VI മൊയ്തീൻ, സെക്രട്ടറി അബൂബക്കർ എന്നിവർ പറഞ്ഞു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പള്ളുരുത്തിയുടെ ഏറെക്കാലത്തെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ദിവസമാണ് ഇന്ന്. ഒരുപാട് കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശം എന്ന നിലക്ക് ഏറ്റവും വലിയ അംഗങ്ങൾ മഹല്ലിൽ മെമ്പർമാരായിട്ടുള്ള ഒരു മഹല്ലിൽ ചെറിയ ചെറിയ കുടുംബങ്ങളിലൂടെ ജീവിച്ചുകൊണ്ട് ആളുകൾക്ക് മയ്യത്ത് പരിപാലനത്തിന് ഒരവസരം വേണമെന്നുള്ളത് ചിരകാല സ്വപ്നമായി. അത് സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്ന്. തീർച്ചയായിട്ടും ഈ മഹല്ല് കമ്മിറ്റി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമെടുത്ത തീരുമാനം തന്നെ ഇത്തരമൊരു സ്ഥാപനം ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ്. അതോടുകൂടി ഒരുപാട് സംരംഭങ്ങൾ ഈ മഹലിൻ്റെ കീഴിൽ കൊണ്ടുവരണമെന്നും മഹല്ല് കമ്മിറ്റി തീരുമാനമെടുക്കുകയുണ്ടായി. ഏറ്റവും അനുഗ്രഹീതമായ ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് മയ്യത്ത് പരിപാലന രംഗത്ത് ഏറ്റവും വലിയ ഒരു നല്ല ഒരു സഹായം നൽകുക എന്ന കമ്മിറ്റിയുടെ തീരുമാനം നടപ്പിൽ വന്നിരിക്കുന്നു. ഭാരവാഹികളായ അബ്ദുൽ കയ്യൂം, ആഷിഖ് എന്നിവർ പരിപാലന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ വിവരിച്ചു. കേന്ദ്രത്തിൽ സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കരിക്കുവാനും സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.